ഭാഗവത നവാഹയജ്ഞത്തിന്റെ 8ാം ദിവസം ഇന്ന് ആദ്യത്തെ പ്രഭാഷണം ശാന്തി വെങ്കിടാചലം. നമ്മൾ ഒരിക്കൽ ഗുരുവായൂര് ഭാഗവത സപ്താഹം, അതുപോലെ നാരായണാലയത്തിൽ വെച്ച് നാരായണീയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ശാന്തി അമ്മയുടെ ഗൃഹത്തിൽ വെച്ച് ഒരു ചെറിയ സത്സംഗം ഒക്കെ ഉണ്ടാവുകയും ഭാഗവത കുടുംബത്തിലെ എല്ലാവരെയും അവിടെ വേണ്ട പോലെ സൽക്കരിച്ച് ഉള്ള മഹത് വ്യക്തി ആണ് നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തിൽ. പിന്നീട് തൊട്ട് എല്ലാ കാര്യങ്ങളെയും അറിയുകയും ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അമ്മയാണ് ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുന്നത്. ദശമസ്കന്ധത്തില് സത്സംഗത്തിന്റെ മഹിമ പറയുന്നതായിട്ടുള്ള 82ാമത്തെ അധ്യായം. ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഭാഗവത നവാഹയജ്ഞത്തിന്റെ 8ാം ദിവസത്തെ പ്രഭാഷണത്തിനായിട്ട് എല്ലാവിധ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധ്യാനമൂലം ഗുരുർമൂർത്തി, പൂജാമൂലം ഗുരുർപദം, മന്ത്രമൂലം ഗുരുർവാക്യം, മോക്ഷമൂലം ഗുരുർകൃപാ. സദാശിവസമാരംഭ്യം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. അഗജാനന പദ്മാർകം ഗജാനനം അഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീം സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. യോന്ത പ്രവിശ്യ മമ വാചിമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനം അന്യാസ്തഹസ്തചരണ ശ്രവണത്വഗാദിൽ പ്രാണാനമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരിയോ. ആചാര്യപാദങ്ങളിൽ ആദ്യമായി പ്രണാമം അർപ്പിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു സത്സംഗത്തിൽ ഇന്ന് രാമായണ മാസം തുടങ്ങുന്ന സമയത്ത് 1-ാം തീയതി തന്നെ ഈശ്വരന്റെ ഭഗവാന്റെ ഒരു കൃപയാണ് ഇന്ന് ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറയാൻ തിരുമേനി വഴി ഒരു അവസരം ഒരുക്കിയതിന് ആദ്യമായി തിരുമേനിയോട് പാദ നമസ്കാരം ചെയ്യുന്നു. ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ സുഹൃത്തികൾക്കും എന്റെ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാനുള്ളത് ദശമസ്കന്ധത്തിലെ 82ാമത്തെ അധ്യായമാണ്. ദശമസ്കന്ധം ഇന്നലെ വൈകിട്ട് പത്മജി ചേച്ചി പറഞ്ഞു, ദശമസ്കന്ധം എന്ന് കേൾക്കുമ്പോൾ ഒരു ഉത്സാഹമാണ്. ഇന്ന് എല്ലാ സ്കന്ധങ്ങളും പ്രധാനം തന്നെയാണ്, എങ്കിലും ദശമസ്കന്ധം എന്ന് പറയുമ്പോൾ ഒരു മനസ്സിനൊരു ഉണ്ണിക്കണ്ണന്റെ ലീലകൾ പറയുക, ഉണ്ണിക്കണ്ണന്റെ ലീലകൾ വായിക്കുക എന്ന് പറയുമ്പോൾ ദശമസ്കന്ധത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ അവതാരങ്ങളിലും ഇത് പറഞ്ഞ പോലെ വരാഹമാണെങ്കിലും ഭഗവാൻ ദൗത്യം നിർവഹിച്ചിട്ട് പോകുന്നു. പിന്നെ നരസിംഹാവതാരത്തിലാണെങ്കിലും ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു പോകുന്നു. ഗജേന്ദ്രമോക്ഷത്തിലാണെങ്കിൽ ഗജേന്ദ്രനെ അനുഗ്രഹിച്ചു പോകുന്നു. വാമനാവതാരത്തിലാണെങ്കിലും ബലിയുടെ ദർഭം തീർക്കുന്നു. പക്ഷേ ദശമം എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാന്റെ പൂർണ്ണ പുണ്യ അവതാരമാണ്. ദശമസ്കന്ധമാണ് ഭഗവാന്റെ
മുഖം എന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ അവയവങ്ങളാണ് ഈ 12 സ്കന്ധങ്ങൾ എന്ന് പറയുന്നു. അതിൽ ദശമസ്കന്ധമാണ് ഭഗവാന്റെ മുഖം. ഭഗവാന്റെ പൂർണ്ണ അവതാരമാണത്. അതുകൊണ്ടാണ് ഈ ദശമസ്കന്ധം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്. ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് എനിക്ക് ദശമസ്കന്ധം തരൂ, എനിക്ക് അത് പറയാനാണ് താല്പര്യം എന്ന്. ഇത് ഭഗവാന്റെ ഇച്ഛയാണ്, ഭഗവാൻ വിചാരിച്ചതാണ്. അധ്യായം തന്നെ ദശമസ്കന്ധത്തിന്റെ അധ്യായം തന്നെ പറയണം. അതുകൊണ്ട് നേരെ ഭാഷണം പറയാനില്ല. പുഷ്പത്തിലെ ഒരു നിങ്ങളുമായി അറിവ് പങ്കുവെക്കുന്നു എന്നതാണ് കിടക്കുന്നത്. 82ാമത്തെ അധ്യായത്തിൽ സൂര്യഗ്രഹണത്തെ കുറിച്ച് കുരുക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥയാത്ര, ഗോപന്മാരും ഹിന്ദുക്കളും തമ്മിലുള്ള സംഗമം, ഇവയൊക്കെയാണ് പറയുന്നത്. ഈ അധ്യായം, ഈ 82ാമത്തെ അധ്യായം നടന്നത് രാജസൂയത്തിന് മുൻപും ബലരാമൻ ഗോകുലത്തിലേക്ക് പോയ സമയവുമാണ്. അതായത് 65ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. ഭഗവാന്റെ ഗോകുല യാത്രയുണ്ട്. ബലരാമൻ ഗോകുലത്തിലേക്ക് പോയ സമയവും രാജസൂയത്തിന് മുൻപ് നടന്നാണ് പറയുന്നത്. ഒരിക്കൽ ബലരാമനും കൃഷ്ണനും ദ്വാരകയിൽ ഉണ്ടായിരുന്നപ്പോൾ കൽപക്ഷയത്തിൽ എന്നതുപോലെ മഹത്തായ ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. ആ സൂര്യഗ്രഹണത്തിനകത്ത് ഈ ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതനുസരിച്ച് ഗ്രഹണ ദോഷങ്ങൾ തീർത്ത് ശ്രേയസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് കുരുക്ഷേത്രത്തിലേക്ക്, അതായത് സമന്തപഞ്ചകത്തിലെ കുരുക്ഷേത്രത്തിലേക്ക് ധാരാളം ജനങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഈ സൂര്യഗ്രഹണത്തെ കുറിച്ച് ഒരു ചെറിയൊരു പറഞ്ഞിട്ട് തുടങ്ങാം. സൂര്യഗ്രഹണം എന്ന് പറയുന്നത് എന്താണെന്ന് അഷ്ടമസ്കന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സൂര്യഗ്രഹണ സമയത്ത് സ്നാനം ചെയ്യുക, ഗ്രഹണ സമയത്ത് തർപ്പണം, ബ്രാഹ്മണർക്ക് ദാനം ഒക്കെ ചെയ്യുന്നത് പതിവുണ്ട്. ഗ്രഹണ സമയത്ത് ഉപവാസം അനുഷ്ഠിക്കണം എന്നാണ്. അതിനുശേഷം ഗ്രഹണ ശേഷം ആണ് ഭക്ഷണം കഴിക്കുക. അപ്പം ഇതൊക്കെ ഭഗവാനാണ് നമ്മൾക്ക് ഈ ഭാഗവതത്തിൽ എന്ന് പറയുന്നത്. ഈ ഭാഗവതത്തിലെ എല്ലാ അധ്യായങ്ങളിലും അതായത് ഈ ആനുകാലികമായിട്ട് ബന്ധമായിട്ടാണ് ഓരോ അധ്യായങ്ങളും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ ആനുകാലിക രീതിയിൽ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ സൂര്യഗ്രഹണ സമയത്ത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വിശിഷ്ടമാണെന്നാണ് പറയുന്നത്. ഈ സെമന്ത പഞ്ചകം എന്ന് പറയുന്നത് കുരുക്ഷേത്രത്തിലാണ്. ഈ സെമന്ത പഞ്ചകത്തിനെ കുറിച്ചും നമ്മൾ നവമസ്കന്ധത്തിൽ പരശുരാമ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. പരശുരാമൻ ദുഷ്ടക്ഷത്രിയരെ നിഗ്രഹം ചെയ്തു. ആ സമയത്ത് അവരുടെ രക്തം കൊണ്ട് വലിയ കൃതങ്ങൾ ഉണ്ടാക്കി. അതിൽ പരശുരാമൻ ഭഗവാന്റെ അംശാവതാരമാണ്. അപ്പം അതിനകത്ത് പരശുരാമൻ പാപങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്ത പാപമൊക്കെ തീർക്കാൻ വേണ്ടി ആ സ്ഥലത്ത് യജിക്കുകയും ചെയ്തു. ഈ സ്ഥലം വളരെ പുണ്യസ്ഥലമാണ്. ഇവിടെ സ്നാനം ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ വിശിഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാം സെമന്ത പഞ്ചകം എന്ന കുരുക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഇവിടെ ഈ യാത്രയിൽ അവിടുത്തെ പട്ടണത്തെ അനിരുദ്ധനെയും കൃതവർമാവിനെ സൈന്യാധിപനാക്കിയുമായിട്ടാണ് എല്ലാവരും വന്നത്. അത് ബലരാമൻ, ശ്രീകൃഷ്ണൻ, അക്രൂരർ, വസുദേവർ മുതലായ എല്ലാ യാദവ പ്രമുഖകളും എത്തി. പിന്നെ അത് മാത്രമല്ല ഭഗവാന്റെ മക്കളായ പ്രദ്യുമ്നൻ, സാമ്പൻ, രുക്മണിയുടെ പുത്രന്മാരായ ചാരുചന്ദ്രൻ, സുഗൻ, നാരായണൻ, ഇവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ യാദവന്മാരും എത്തിയിട്ടുണ്ട്. ഈ യാദവന്മാര്, ഈ വൃഷ്ണികള്, അവര് വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും പൂമാലകളും അണിഞ്ഞ് ഭാര്യമാരോടൊപ്പം പോകുമ്പോൾ ദേവന്മാർ ഭാര്യമാരോടൊപ്പം സഞ്ചരിക്കുകയാണോ എന്ന രീതിയിൽ അത്രയധികം ശോഭിച്ചു എന്നാണ് പറയുന്നത്. അത്രയധികം ശോഭയുണ്ടായിരുന്നു അവർക്ക്. ഇവരെല്ലാം അവിടെ എത്തി. ഈ യാദവന്മാരെല്ലാം വളരെ ഭക്തിയോടുകൂടി ആ സെമന്ത പഞ്ചക തീർത്ഥത്തിൽ സ്നാനം ചെയ്തതിനു ശേഷം അവര് ബ്രാഹ്മണർക്ക് സ്വർണമാല, പൂമാല, വസ്ത്രങ്ങൾ ഇവയൊക്കെ വെച്ച് അസംഖ്യം പശുക്കളെ ബ്രാഹ്മണർക്ക് വളരെ ശ്രദ്ധയോടെ ദാനം ചെയ്യും. ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഏത് ചെറിയ പ്രവൃത്തി ചെയ്യാം, ഒരാൾക്ക് എന്ത് ദാനം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നാണ് പറയുന്നത്. അത് അവർ വളരെ ശ്രദ്ധയോടുകൂടി ദാനം ചെയ്തു. അന്ന് അവർ ഉപവാസം, ഈ കുരുക്ഷേത്രത്തിൽ ഉപവാസം പറഞ്ഞിട്ടില്ലെങ്കിലും സൂര്യഗ്രഹണം ആയതുകൊണ്ട് അവർ ഉപവസിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം അവർ
സ്നാനത്തിന് ശേഷം ബ്രാഹ്മണർക്ക് മിഷ്ടാന്ന ഭോജനം നൽകി. ഭോജനത്തിന് ശേഷം അവർ ഭഗവാനോട് കൂടി അവരുടെ ബ്രാഹ്മണരുടെ സമ്മതത്തോടുകൂടി അവരോടുകൂടി ഭക്ഷണവും കഴിച്ചു. അതിനുശേഷം ഈ യാദവന്മാരും സ്ത്രീകളുമൊക്കെ ഒരു വൃക്ഷത്തിന്റെ തണലിൽ അവർ വിശ്രമിച്ചു. ആ സമയം ഒരുപാട് അവരുടെ ബന്ധുക്കളും രാജാക്കന്മാരും ഒക്കെ അവിടെ വന്നു. അപ്പൊ അവരെയൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് വളരെ സന്തോഷമായി. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അവിടെ വന്നിരിക്കുന്ന രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത്, മത്സ്യോ ശീനര കൗസല്യ വിദർഭ കുരുസൃഞ്ചയാൻ കാംബോജ കൈകയാൻ മദ്രാൻ കുന്തി നാനർത്ത കേരളാൻ മത്സ്യൻ ഉഷീനരൻ കൗസല്യൻ വിദർഭൻ ഗുരുക്കൾ സഞ്ജയൻ കാംബോജന്മാർ കേകയന്മാർ മദ്ര രാജാക്കന്മാർ കുന്തികൾ ആനർത്തന്മാർ കേരളത്തിൽ നിന്നുള്ള രാജാക്കന്മാരും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെ കണ്ടപ്പോ വളരെ നാളുകൾക്ക് ശേഷം കാണുന്ന ബന്ധുക്കളാണ്. നമുക്കറിയാം, നമ്മളൊരു വിശേഷത്തിന് പോയാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന ബന്ധുക്കളെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടാവും. അതുപോലെ ഇവർക്കും വളരെ സന്തോഷമുണ്ടായി. ഇവർ പരസ്പരം ആലിംഗനം ചെയ്തു. ചെറുപ്പക്കാർ വൃദ്ധരെ നമസ്കരിച്ചു. ഭഗവാന്റെ കഥകളൊക്കെ അവർ പറയുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണ കഥകളൊക്കെ ആസ്വദിച്ചിരിക്കാൻ ഈ സമയമാണ് കുന്തി ദേവി വസുദേവരുമായിട്ടുള്ള സംഭാഷണം. കുന്തി ദേവി വളരെ പരിഭവത്തോടുകൂടി വസുദേവരോട് പറയുന്നു, സഹോദര, എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എന്റെ കുട്ടികളുമായി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. ആ സമയത്ത് എന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അതായത് വിധി അനുകൂലമല്ലെങ്കിൽ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ സഹോദരനോ ഒന്നും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പരിഭവം പറഞ്ഞു. അപ്പൊ വസുദേവരോടെ പറഞ്ഞ എന്താണെന്നറിയാം, സഹോദരി, ഇതെല്ലാം ഈശ്വരീച്ഛയാണ്. നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിലെ പാവകളാണ്, കളിക്കൂത്ത് കളിയുന്ന പാവകളാണ് നമ്മളൊക്കെ. എല്ലാം ഈശ്വരീച്ഛയാണ്. ഞങ്ങളും കംസനെ ഭയന്ന് വളരെയധികം പല സ്ഥലങ്ങളിൽ ജീവിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈശ്വര കാരുണ്യം കൊണ്ട് എല്ലാം സ്വസ്ഥമായി തീർന്നത്. അപ്പൊ അവിടെ പറയുന്നത് ഈശ്വരീച്ഛയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് കുന്തി ദേവിയെ അവിടെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം അവിടെ വന്നിരിക്കുന്ന രാജാക്കന്മാരെയൊക്കെ ഉഗ്രസേനനും വസുദേവരും എല്ലാം ആദരിച്ചു. അവരോടൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നീട് കുറെ രാജാക്കന്മാർ അവിടെ വന്നിട്ടുണ്ട്. ഭീഷ്മർ, ദ്രോണർ, ധൃതരാഷ്ട്രർ, പുത്രന്മാരോടുകൂടി ഗാന്ധാരി, പാണ്ഡവന്മാർ, സഞ്ജയൻ, വിദുരൻ, കൃപർ, കുന്തി ഭോജൻ, ഭീഷ്മകൻ, പിന്നെ കാശി രാജാവ്, ധമഘോഷൻ, യുധാമന്യു, സുശർമാവ്, ഇവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഭഗവാനും ബലരാമനുമായിട്ട് അവരെയൊക്കെ സൽക്കരിച്ചു. അതിനുശേഷം നന്ദഗോപരും ഗോപന്മാരും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ അവരൊക്കെ ഭഗവാനോട് കൂടി, ഭഗവാൻ പത്നിമാരോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അവരൊക്കെ അത് കണ്ട് വിസ്മയിച്ചു. അവര് ഉഗ്രസേന മഹാരാജാവിനോട് പറയാണ്, നിങ്ങൾ എന്ത് ഭാഗ്യവാന്മാരാണ്, നിങ്ങളുടെ കുലത്തിലല്ലേ ഭഗവാൻ വന്ന് അവതരിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം പുണ്യം ചെയ്തിരിക്കുന്നവരാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവാന്റെ കൂടെ ദർശനം, സ്പർശനം, ഭോജനം, ഭഗവാന്റെ കൂടെ സഞ്ചാരം എല്ലാം ചെയ്യാൻ പറ്റും. ഭഗവാന്റെ വാക്കുകളാണ് വേദങ്ങൾ പോലും അനുശാസിക്കുന്നത്. പിന്നെ ഭഗവാന്റെ പാദതീർത്ഥം ഗംഗാ നദിയായി ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ നിങ്ങളുടെ കുടുംബത്തിലാണല്ലോ അവതരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മോക്ഷമോ സ്വർഗത്തിലോ ഒന്നും സ്വർഗമോ മോക്ഷമോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഭഗവാനെ എപ്പോഴും കാണാമല്ലോ എന്നാണ് അവരവിടെ പറഞ്ഞത്. അവരവിടെ ഭഗവാനെ പത്നിമാരെയും കണ്ട് അവര് വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. ഇപ്പം ശ്രീകൃഷ്ണനും യദുക്കളും ഒക്കെ വന്നതറിഞ്ഞിട്ട് നമ്മുടെ നന്ദഗോപരും യശോദാമ്മയും ഗോപന്മാരും ഗോപിമാരും ഒക്കെ ഒരു വലിയ വണ്ടികളിൽ അവിടേക്ക് എത്തിച്ചേർന്നു. നന്ദഗോപരെ കണ്ടപ്പോൾ വസുദേവൻ ആലിംഗനം ചെയ്തു. വസുദേവർക്ക് എന്തോ വസുദേവന്റെ മനസ്സിൽ തന്റെ ഉണ്ണിയെ ഗോകുലത്തിൽ കൊണ്ടുചെന്ന് കിടത്തിയതായ ആ ഒരു ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു എന്നാണ് പറയുന്നത്. ബലരാമനും ശ്രീകൃഷ്ണനും
മാതാപിതാക്കളെ നമസ്കരിച്ചു. അവർക്ക് ഗദ്ഗതം കൊണ്ട് കണ്ണുനീറിറങ്ങി. കാരണം ദീർഘകാലം കഴിഞ്ഞാണ് ഭഗവാനെ കാണുന്നത്. ബലരാമൻ ഇടയ്ക്കൊന്ന് ഗോകുലത്തിൽ പോയിരുന്നു. ദീർഘകാലങ്ങൾക്ക് ശേഷമാണ് അവിടെ ഭഗവാനെ കാണുന്നത്. അപ്പൊ ആ ഭഗവാനെ കാണുമ്പോൾ അവർക്ക് കണ്ണുകളിൽ കൂടി കണ്ണുനീരും, അവർക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അവരുടെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവര് ബലരാമനെയും ശ്രീകൃഷ്ണനെയും യശോദയും നന്ദഗോപുരം അടിയിൽ വെച്ച് താലോലിച്ചു. അപ്പൊ അവിടെ ദേവകി അവിടെ വന്ന് യശോദാമയെ ആലിംഗനം ചെയ്തു. ദേവകിയും രോഹിണിയും വന്ന് ആലിംഗനം ചെയ്തു പറഞ്ഞു, നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തിക്ക്, നിങ്ങൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മത്തിന് എന്ത് പ്രതിഫലം ചെയ്താലും മതിയാകില്ല. ഇന്ദ്ര പദവി പോലും അതിന് തുല്യമല്ല എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ മാതാപിതാക്കൾ ആരാന്നറിയാത്ത സമയത്ത് ഈ രണ്ട് ഉണ്ണികളെ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളാണ് വളർത്തി പാലന പോഷണമൊക്കെ ചെയ്ത് നിങ്ങളിൽ ഒരു ഭയവുമില്ലാതെ നിങ്ങൾ അവരെ വളർത്തി അതിന് നിങ്ങൾക്ക് എത്ര പ്രതിപാദനം ചെയ്താലും മതിയാവില്ല. അതായത് സജ്ജനങ്ങൾക്ക് മാത്രമേ സ്വന്തം എന്നോ അന്യന്റേതെന്നോ എന്നൊരു വ്യത്യാസമില്ലാതെ ചെയ്യാൻ കഴിയുന്നു. നിങ്ങൾ തീർത്തും സജ്ജനങ്ങളാണെന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ കണ്ണിൽ ഉണ്ണിയായി വളർത്തുവാൻ ഇവരെ കഴിഞ്ഞു. യശോദ അവിടെ പറയുന്നുണ്ട്, മഹാഭാഗം എന്നൊരു വേർഡ് പറയുന്നുണ്ട് അവിടെ. യശോദ മഹാഭാഗ്യവതിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കണ്ണന്റെ ലീലകൾ മുഴുവൻ ആസ്വദിക്കാൻ കഴിഞ്ഞത്, കണ്ണന്റെ കൊഞ്ചൽ എല്ലാം കേൾക്കാൻ കഴിഞ്ഞത് യശോദാമയ്ക്കാണ്. ദേവകി മാതാവിന് പോലും കഴിഞ്ഞില്ല. അപ്പൊ യശോദാമ മഹാഭാഗം എന്ന് അവിടെ പറയുന്നുണ്ട്. മഹാഭാഗം എന്ന് അവിടെ ഒരു വേർഡ് പറയുന്നുണ്ട്. അപ്പൊ യശോദ അത്ര പുണ്യം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് യശോദാച മഹാഭാഗം എന്ന് പറയുന്നത് 36ാമത്തെ ശ്ലോകത്തില്. അത്രയും പുണ്യം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഉണ്ണിക്കണ്ണനെ ആലോലിക്കാനും ഉണ്ണിക്കണ്ണന്റെ കൊഞ്ചൽ കേൾക്കാനും ഉണ്ണിക്കണ്ണനെ എല്ലാം കേൾക്കാൻ കഴിഞ്ഞത് യശോദയ്ക്കാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭഗവാൻ ഗോപികളെ കാണുന്നു. ഗോപികളെ ഒരു ഏകാന്ത സ്ഥലത്ത് കൊണ്ടുപോകുന്നു. അവർ ദീർഘനാളിന് ശേഷമാണ് ഭഗവാനെ അവിടെ കാണുന്നത്. അവർ ഇതിനു മുൻപ് ഭഗവാൻ നമ്മുടെ കണ്ണിന്മങ്ങൾ ചിമ്മുന്ന ബ്രഹ്മാവിനോട് അവർ ദേഷ്യപ്പെട്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത്രയും സമയം കൂടി ഭഗവാനെ കാണാൻ സാധിക്കില്ലല്ലോ എന്നായിരുന്നു അവരുടെ സങ്കടം. അപ്പം അവരെ ഏകാന്തമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ഭഗവാൻ. കൊണ്ടുപോയി അവർ ഭഗവാനെ കാണുന്നു. അവരെന്ത് ചെയ്തു? ഭഗവാനെ കണ്ടിട്ട് നേത്രദ്വാര, അതായത് കണ്ണുകളിലൂടെ ഭഗവാന്റെ ആ ചൈതന്യം ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് ചെയ്തത്. കാരണം യോഗികൾക്ക് പോലും ദുർലഭമായ അവസ്ഥയാണ്. അപ്പം അവര് നമ്മൾക്കറിയാം, ക്രൂരർ ഭഗവാനെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ കരഞ്ഞ് ഭഗവാന്റെ പുറകെ പോയതാണ്. ആ സമയം ഭഗവാൻ ഒരു ദൂതനെയൊക്കെ അയക്കുന്നുണ്ട്. അപ്പം ആ ഒരു സ്ഥിതിയിൽ നിന്ന് അവരെത്ര പരിപക്വമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം യോഗികൾക്ക് പോലും ദുർലഭമാണ്. നേത്രദ്വാര ഭഗവാന്റെ ആ ചൈതന്യം ഹൃദയ പത്മത്തിൽ ആവാഹിക്കാൻ കഴിയും. എന്താ വെച്ചാൽ ഭഗവാൻ ഇനി വിട്ടുപോകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. പിന്നെ നമുക്കൊരു സംശയം തോന്നാം, ഇത്രയും ജനങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഭഗവാൻ ഇവരെ ഏകാന്തമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി? കാരണം ജനനിബിഡമാണ്, ഒരുപാട് പേര് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ആദ്യം കണ്ടു. അപ്പൊ നമുക്കത് എന്റെ ബുദ്ധിയിൽ തോന്നുന്നതാണ്, നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ മായയായിരിക്കും ഇത്. ഭഗവാൻ അവരോട് പറയുന്നു, സഖികളെ, എന്നോട് ദേഷ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ വന്ന് കണ്ടില്ല എന്നൊക്കെ ഉള്ള ഇതുണ്ടോ? കാരണം ദശമസ്കന്ധത്തിലെ 39ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകത്തിനകത്ത് പറയുന്നുണ്ട്, ഭഗവാൻ പോകുമ്പോൾ ഒരു ദൂതനെ അയക്കുന്നുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണാൻ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഭഗവാന് വരാൻ പറ്റിയില്ല. ഭഗവാൻ അതാണ് പറയുന്നത്, ഞാൻ നന്ദിയില്ലാത്തവനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ കൃത്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. അതായത് ശത്രുക്കളോട് തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കാതെ പോയത്. അല്ലാതെ വരണ്ടാന്ന് വിചാരിച്ചിട്ടല്ല, എനിക്ക് എന്റെ കൃത്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരുന്നു, അതുകൊണ്ടാണ് വരാത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ട്, ഞാൻ നന്ദിയില്ലാത്തവനാണെന്ന് തോന്നുന്നുണ്ടോ? ഭഗവാൻ അവിടെ പറയുന്നു, ജീവജാലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതും അകറ്റുന്നതും എല്ലാം
ഈശ്വരന്റെ ഇച്ഛയാണ്. ഈശ്വര ഇച്ഛ എങ്ങനെയാണോ കാറ്റ് മണൽത്തരികളെ കൂട്ടുന്നത്, അതുപോലെ എല്ലാം ഈശ്വര ഇച്ഛയാണ്, എല്ലാം ഈശ്വര സങ്കല്പമാണ്. അത് തന്നെയാണ് കുന്തി മാതാവിനോട് വസുദേവൻ പറയുന്നത്. എല്ലാം ഈശ്വരേച്ഛയാണ്, എന്ത് സംഭവിക്കുന്നതും ഈശ്വരേച്ഛയാണ്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് വിചാരിച്ചാലും, മനുഷ്യൻ എന്ത് വിചാരിച്ചാലും അത് നടക്കില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചേ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഭാഗവതം വായിച്ചു, നാരായണീയം വായിച്ചു, എനിക്കെന്ത് ഇങ്ങനെ സംഭവിച്ചത്? അത് ഈശ്വരീച്ഛയാണ്. കാരണം നമ്മൾ എന്ത് ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഒരു ഇല പോലും അനങ്ങുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാം ഈശ്വരീച്ഛയാണ്. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എല്ലാം ഈശ്വരീച്ഛയാണ്. അതായത് യോഗ വിയോഗങ്ങൾ എല്ലാം ഈശ്വരീച്ഛയാണ്. അതൊന്നും മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ജീവജാലങ്ങൾക്ക് എന്നിലുള്ള ഭക്തി മോക്ഷദായകമാണ്. ഭാഗ്യവശാൽ നിങ്ങൾക്കും എന്നെ പ്രാപിക്കാനുള്ള പ്രേമഭക്തി സംജാതമായിട്ടുണ്ട്. ഭാഗ്യവശാൽ, അവിടെ ഭഗവാൻ ഒരു വേർഡ് പറയുന്നത് ഭാഗ്യവശാൽ. എന്താണ്? പൂർവജന്മ പുണ്യമോ എന്ത് വേണമെങ്കിലും സുഹൃതങ്ങളോ എന്ത് ചെയ്താലും ഭാഗ്യം എന്നൊരു ഘടകം വേണം. ഭഗവാനോട് ഭക്തി വരണമെങ്കിൽ ഭാഗ്യം വേണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങളും എല്ലാം സുഹൃതങ്ങളും എല്ലാം ചെയ്തെങ്കിലും ഭഗവാനോട് ഭക്തി വരണമെങ്കിൽ ആ ഒരു ഭാഗ്യം നമ്മൾക്ക് വേണ്ടതാണ്. അതാണ് ഭഗവാൻ അവിടെ പറയുന്നത്. ഭാഗ്യം ചെയ്യണം, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, അതുകൊണ്ടാണ് എന്നിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഭഗവാൻ അവർക്ക് വളരെ ബൃഹത്തരമായ ഒരു ഉപദേശമാണ് നൽകുന്നത്. അതായത് ഗോപികൾക്ക് ഇനി ഒരു സംശയം പോലും ഭഗവാനോട് ഉണ്ടാവരുത് എന്ന രീതിയിലാണ് ഭഗവാൻ അവിടെ 2-3 ശ്ലോകങ്ങളിൽ ഭഗവാൻ അവിടെ അവർക്ക് നല്ലൊരു തത്വോപദേശം നൽകുകയാണ്. പറയുന്നു, അഹം ഹി സർവഭൂതാനാം ആദിരന്തോന്തരം ബഹി ഭൗതികാനാം യഥാഖം വായുർ ജ്യോതിരങ്കന. അതായത് പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണോ ഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്, അതുപോലെ സർവഭൂതങ്ങളുടെയും ആദിയും അവസാനവും അകവും പുറവും എല്ലാം ഞാൻ തന്നെയാണ്. അതായത് ഞാൻ ബ്രഹ്മമാണ്, പരമാത്മാവാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് അവിടെ ഗോപികളോട് ഉറപ്പിച്ച് പറയുന്നത്. എന്താ വെച്ചാൽ ഗോപികൾക്ക് ഇനി ഒരു സംശയം ഉണ്ടാകരുത്. ഞാൻ സാധാരണ ഒരു മനുഷ്യനല്ല, ഞാൻ പരബ്രഹ്മമാണ്, പരമാത്മാവാണ് എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സർവഭൂതങ്ങളിലെയും ആദ്യവും അവസാനവും അകവും പുറവും ഞാൻ തന്നെയാണെന്നാണ് പറയുന്നത്. അതായത് ആകാശാദി പഞ്ചഭൂതങ്ങൾ ജഡമായതും ചരാചരമായതും എല്ലാത്തിലുമുള്ള ജീവാത്മാവ് എന്നിൽ നിന്നും ഉപരിയാണ്. അതായത് ഈ പ്രപഞ്ചത്തിലെ ചിത്തും ജഡവും ഈശ്വരൻ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പം എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് പരമാത്മാവായ ഞാൻ തന്നെയാണ്, പരബ്രഹ്മമാണ്. അതങ്ങനെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഗോപിമാർക്ക് ആദ്യം അവരാരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം ഒരു ലെവൽ കഴിഞ്ഞിട്ട് അവരോട് പറയുന്നു, അവരിലുള്ള ചൈതന്യവും എന്നിലുള്ള ചൈതന്യവും ഒന്നു തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, ഒരു സംശയത്തിനും ഇടയില്ലാതെ. അപ്പം ഇവർക്ക് ഭഗവാന്റെ ഈ തത്വോപദേശമെല്ലാം കേട്ടപ്പോൾ അവരിലുള്ള അജ്ഞാനമെല്ലാം നശിച്ചു. പരമാത്മാവായ അവരുടെ സ്വന്തം രൂപം അവർക്ക് മനസ്സിലായി. എല്ലാ ചരാചരങ്ങളിലും ഉള്ള അവർക്ക് മനസ്സിലായി, അവരിലുള്ള ചൈതന്യം തന്നെയാണ് എല്ലാ ചരാചരങ്ങളിലും ദർശിക്കാൻ കഴിയാന്ന് മനസ്സിലായി. അവർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ യോഗികളും ജ്ഞാനികളും എല്ലാം അങ്ങയുടെ പാദപത്മം ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഈ ഹൃദയത്തിലുണ്ടായ ആ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം, അതായത് ഭഗവാന്റെ ആ സ്വരൂപം മനസ്സിലായല്ലോ, ആ ഭഗവത് അനുഭവം ഞങ്ങളിൽ നിന്ന് വിട്ടുപോകരുതേ ഭഗവാന്. അതായത് ഗൃഹകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങളിൽ നിന്ന് അത് ഒരിക്കലും വിട്ടുപോകരുത്. ഒരു ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോ ഭഗവാനെ കുളിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ പൗഡർ ഇടുമ്പോ ഭഗവാന് കണ്ണന് പൗഡർ ഇടുന്നു, പാത്രം കഴുകുമ്പോ കണ്ണന്റെ പൂജാപാത്രങ്ങൾ കഴുകും. അപ്പൊ അങ്ങനെ ഒരു ഭാവം നമ്മളിൽ വരണം. ഇപ്പൊ നമ്മളിപ്പം ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നു, നാമജപം ചെയ്യുന്നു, ശാസ്ത്രം പഠിക്കുന്നു, നാരായണീയം പഠിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, ഭാഗവതത്തിൽ കൃഷ്ണ കഥകളൊക്കെ നമ്മൾ കർണത്തിൽ കേൾക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ നിന്നൊക്കെ
നമുക്കും ആ കൃഷ്ണാനുഭവം വരണമല്ലോ. അപ്പം ഈ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഇപ്പം കൊറോണയ്ക്ക് ശേഷം എല്ലാരും ഭാഗവതം പഠിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് കഥകൾ, ഒരുപാട് സപ്താഹങ്ങൾ പങ്കെടുക്കാൻ സാധിക്കുന്നു. ഒരുപാട് കൃഷ്ണ കഥകൾ കാതുകളിലൂടെ കണ്ണുകളിലൂടെ നമ്മൾ കേൾക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ പുറത്ത് നമ്മളുടെ ഉപാസനയിൽ ആ പുറത്തുള്ള കണ്ണനെ, കൃഷ്ണനെ നമ്മളുടെ ഹൃദയ പത്മത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കാൻ സാധിക്കണം. നമുക്ക് അതിലേക്കായിരിക്കണം നമ്മളുടെ ഈ ഉപാസനകളും, നമ്മളുടെ ഈ നാമജപവും, നമ്മളുടെ ഈ ഭാഗവത പാരായണവും പ്രഭാഷണങ്ങളും എന്തും ഭഗവാനെ കേട്ട് ആ ഭഗവാനെ നമ്മളുടെ ഹൃദയത്തിൽ, ആ ചൈതന്യത്തെ ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്താൻ സാധിക്കണം. അനേകം നിലവിളക്കോടുകൂടിയും താമര മാലകളൊക്കെ ചാർത്തി നമ്മൾക്ക് ആ ഭഗവാനെ നമ്മളുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് എല്ലാം കൃഷ്ണമയമായി തോന്നുന്നത്. നമുക്ക് ആരോടും ഒരു വിരോധം ഉണ്ടാവില്ല. എല്ലാവരും കൃഷ്ണൻ, കാണുന്നതെല്ലാം കൃഷ്ണൻ, കേൾക്കുന്നതെല്ലാം കൃഷ്ണൻ. ശുഖബ്രഹ്മർഷി പറയുന്ന കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എല്ലാം കൃഷ്ണനായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ആരോടും വിരോധം ഉണ്ടാവില്ല. നമുക്ക് എല്ലാം ഭഗവാനായിട്ട്, ഭഗവത് മയമായി തീരും. അങ്ങനെ ആയിത്തീരണം നമ്മളുടെ ഈ ശാസ്ത്ര പഠനങ്ങളും നമ്മളുടെ ഈ ഭാഗവത പാരായണവും എല്ലാം. അങ്ങനെ എല്ലാവർക്കും ഇതായി തീരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പന്റെ നാമത്തിലും ഭഗവാന്റെ നാമത്തിലും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതിനും സാധിക്കും. കുറച്ച് നമ്മൾ ആ ഒരു എല്ലാവരും ഈ ഭാഗവതം എല്ലാവരും വായിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലപോലെ കഥകളൊക്കെ അറിയാം. ഈ കഥകൾ മുഴുവൻ കേട്ടതും എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഈ ഭഗവാനെ നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷം എന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാക്കണം, നിത്യനായ ചിൽപ്രകാശ രൂപനെ വണങ്ങണം. കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ ഈ പറഞ്ഞ ഓരോ വാക്കും ഗുരുവായൂരപ്പന്റെ പാദത്തിനും ഗുരുനാഥന്റെ പാദങ്ങളിലും സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാവിലത്തെ സുപ്രഭാതം വളരെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ശാന്തി അമ്മ വേണ്ട പോലെ നമുക്ക് ആ സത്സംഗത്തിന്റെ മഹിമയെ കാണിച്ചു തന്നു. ഓരോ വാക്കുകളിലൂടെ ഓരോ നിമിഷങ്ങളിലും ആ കണ്ണനാണ് എല്ലാം എന്നുള്ള ആ ഒരു സത്യത്തെ ഉറപ്പിക്കാൻ കൂടുതൽ ശ്രമിച്ചു. ശരിക്ക് ഭാഗവതം മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. അതായത് വളരെയധികം സന്തോഷം. ഇനിയും ധാരാളം സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ ആയുരാരോഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് നമുക്ക് ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാവർക്കും കൂടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.